എന്താ രണ്ട് കണ്ണ് കണ്ട് ഞാൻ കണ്ട് വർത്താനം പറഞ്ഞിരിക്കട്ടോ. അപ്പം ഹായ്, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് പറഞ്ഞത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് മുറ്റത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടൊന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ. നല്ല മഴ പെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം കണ്ടോ, മഴ പോയിട്ട് പിന്നെ നമ്മൾ ഓണക്കാലല്ലേ, ഓണം വരുന്ന സമയത്താണല്ലോ മഴയൊക്കെ ഇങ്ങനെ പോണത്. ആ സമയം പോലെ ഉണ്ട് ഇപ്പോൾ മഴ. ഇന്നലെ ഇന്നും മിഞ്ഞാന്നും മഴ പെയ്തിട്ടില്ല, ഇന്നലെ പെയ്തിട്ടില്ല. ഇന്നിതാ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്, പക്ഷേ പെയ്തിട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്ത് ഈ റോഡിലൂടെയൊക്കെ കുത്തിയൊലിച്ച് വെള്ളം പോകുന്നതായിരുന്നു. ഇപ്പോൾ വെള്ളമില്ല, ഒന്നുമില്ല. ഇങ്ങനെ പോയാൽ വെള്ളത്തിന് ക്ഷാമമായിരിക്കുമല്ലോ. ഇങ്ങനെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒന്നും ഒരാളും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യത്തിൽ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. രാവിലെ കുളി കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കള പണി, ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നതാട്ടോ ഇത്. അപ്പം ഇതാ ചക്കതാ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ചക്ക തന്നെ, ചക്ക മാങ്ങ ഉണ്ടാവുന്ന സീസണിൽ ആ കാലത്ത് നമ്മൾ ചക്ക മാങ്ങ കഴിക്കണം, പിന്നെ കിട്ടൂലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് കയറാൻ വന്നപ്പോഴാണ് ഇതാ തോട്ടപ്പുറത്ത് തൊടിയിൽ നിറയെ പൂമ്പാറ്റകളെ കണ്ടത് കേട്ടോ. ഇങ്ങനെ ഈ മഴ പോയിട്ടേ വെയിൽ വരുന്ന സമയത്ത് നിറയെ പൂമ്പാറ്റകളുണ്ടാവും, കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതാ പോയിട്ടൊന്നിങ്ങനെ എടുത്തതാണ് കേട്ടോ. മഞ്ഞയുണ്ട്, കറുപ്പുണ്ട്, വെള്ളയുണ്ട്. പക്ഷേ ഞാൻ ഫോണും കൊണ്ട് ചെന്നപ്പോൾ അവരെൻ്റെ ചുറ്റിനും ഇങ്ങനെ പാറിക്കളിക്കുക. വീഡിയോയിൽ കിട്ടണ്ടേ, നല്ല രസമുണ്ട് ഇങ്ങനെ കാണാം. അതാ ഞാൻ പറഞ്ഞത് ഓണക്കാലം പോലെ തോന്നുന്നുണ്ട്. ഓണത്തുമ്പികളും പൂമ്പാറ്റകളും പൂക്കളും പിന്നെ ഇങ്ങനത്തെ തെളിഞ്ഞ വെയിലും ഇങ്ങനെ കാണുമ്പോൾ ഓണക്കാലം പോലെയാണ് തോന്നുക. എനിക്കങ്ങനെയായിട്ടാണ് തോന്നുന്നത്. മഴ പെയ്യേണ്ട സമയമാണല്ലോ ഇപ്പോൾ. അടുത്ത വർഷം വെള്ളം ഉണ്ടാവില്ല. ഇതെന്താ ഗോതമ്പ് ഇട്ടിട്ടൊന്നും തിന്നാത്ത? പോയി കോഴിയൊക്കെ ഒന്നും വേണ്ട. കോഴികളെ ഇനി മഴക്കാലത്ത് പച്ചപ്പുല്ലാണ് അധികം തിന്നണത്. അങ്ങനെ പൂമ്പാറ്റകളൊക്കെ നോക്കി നിന്ന് ഞാനിതാ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നേരം പൂമ്പാറ്റകളെ നോക്കി നിന്നാലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിപ്പോവും. അതിപ്പോൾ രാവിലെ കുറച്ച് സമയം കിട്ടുന്നതാണ് ഇങ്ങനെ ഒന്നിങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇതാ ചോറടുപ്പത്ത് റെഡി ആയിട്ടുണ്ട്, അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ് കേട്ടോ. നമുക്ക് മീനില്ലാത്ത കച്ചവടമല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ്. മത്തി തന്നെ പലതരം മത്തിയുണ്ട്, അതിൻ്റെ ഇടയിൽ മുള്ളൻ്റെ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ മത്തിന്ന് വെക്കുന്നത് എന്തിട്ടാന്ന് വെച്ചാൽ ഇതാ പഴുത്ത കുടംപുളി, അതായത് നമ്മൾ ഉണക്കിയ കുടംപുളിയല്ല, പഴുത്ത കുടംപുളി ഇട്ടിട്ടാണ് ഇന്ന് മത്തി കറി വെക്കുന്നത് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പഴുത്ത കുടംപുളി ഇട്ട് കറി വെക്കുന്നത് കണ്ടത്. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ വെക്കില്ല. എൻ്റെ നാട്ടിൽ ഇത് ഉണക്കിയിട്ടാണ് കറി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ചെറുതായി കനം കുറച്ചരിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക, നാളികേരം അരച്ച് വയ്ക്കുക, കടുക് വറുക്കുക. അത് തന്നെ മീൻ കറി. പിന്നെ ഇതാ ഉപ്പേരിക്ക് ബീൻസും ക്യാരറ്റും ഉണ്ട് കേട്ടോ. അത് കൊത്തി അരിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ മീൻ കറി ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതാ നാളികേരം അരച്ച് ഒഴിക്കുകയാണ്. നല്ല വെണ്ണ പോലെ അരച്ച നാളികേരം അതിലേക്ക് ഒഴിക്കുക. ഇതാ ഇങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ട് ഇനി ഉലുവയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്താൽ നമ്മുടെ നാളികേരം അരച്ച മീൻ കറി സെറ്റായിട്ടോ. അങ്ങനെ ഇതാ ഉച്ചഭക്ഷണം റെഡിയായി. ചോറ്, കറി, ഉപ്പേരി എല്ലാം ആയി. പിന്നെ പോരാത്തതിന് ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. നേരെ അപ്പോഴേക്ക് ഇതാ ഒരാളെത്തിയിട്ടുണ്ട്. കണ്ണ് രണ്ട് കണ്ണ് ഞാൻ കണ്ട്. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേക്കും ഇതാ പൂച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ.
ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പൂച്ചകൾ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച്. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല വെയിലായിരുന്നു, അതിന് പകരമായിട്ട് കുറച്ച് നേരം മഴ പെയ്തു. മഴ പെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല, മഴയ്ക്കെന്തോ തട്ടിമുട്ടുള്ളത് പോലെ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 4 മണി 4:30 ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഞാനങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഞാനും ഒരു സ്വയം സമ്പാദ്യ ശീലം തുടങ്ങി കേട്ടോ. ഇവിടെ കുടുംബശ്രീ പോലെ സ്വയം സമ്പാദ്യശീല പദ്ധതി ഉണ്ട്. അപ്പോൾ അതിൽ ഞാനും കൂടിയിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു നിശ്ചിത സംഖ്യ. പിന്നെ കുറേ വിശേഷങ്ങളും കേൾക്കാം. ഇങ്ങനെ ഞാൻ സംഘം തുടങ്ങുന്ന വീട്ടിലെത്തിയിട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് നിമിതയുടെ വീടാണ് കേട്ടോ ഇത്. ഒരുപാട് ആളുള്ളടുത്ത് ആകെ 2 ആളുള്ളൂ. ബുക്ക് മറിച്ചു. ഇത് ശരിക്കും നമ്മുടെ കുടുംബശ്രീ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ കുടുംബശ്രീ അല്ല, സംഘം എന്നാണ് പറയുക. അപ്പോൾ കുടുംബശ്രീൻ്റെ പുസ്തകമാണ് കേട്ടോ ഇത്. ആ ബുക്കിലാണ് ചേർത്തുന്നത് കേട്ടോ പൈസയൊക്കെ. അങ്ങനെ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. നാട്ടിലത്തെ വിശേഷങ്ങളും ഓരോ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം കേട്ട്, അതിനാണല്ലോ ഇപ്പോൾ എല്ലാവരും കൂടി പോണത്. പെണ്ണുങ്ങൾ കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞ് ഞാനിതാ നേരെ തിരിച്ചു പോരാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ പോരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നിമിത കുടയൊക്കെ തന്നു. കുടയും ചൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത് വരും.